എവിടെ ചെന്നാലും ഒരു ആമുഖമായിട്ട് ഒരു ക്ലാസ് എടുപ്പ്. വീട്ടിൽ വെച്ച് പറഞ്ഞല്ലേ, പിന്നെ എവിടെ വെച്ചാലും പിന്നെ വീണ്ടും പറയുന്ന കാര്യം എന്താണ്? വീണ്ടും പറയണ്ട, കുഴപ്പമൊന്നുമില്ലല്ലേ? ആദ്യം നിങ്ങൾ രണ്ടുപേരും വായടിച്ച് തരാം, ബാക്കി കാര്യങ്ങളെല്ലാം സോൾവ് ആവും. ഒന്നും വേണ്ടാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഒരു പ്രത്യേക കാര്യം, അതെല്ലായിടത്തും കൂടെയാണ്. ഒന്നും കൂടെ പറയണം. എന്റെ ശ്രീകുട്ട പാട്ടൊക്കെ ഓഫ് ചെയ്തില്ല, വണ്ടി തരങ്ങടാ. ഇവനിപ്പ വണ്ടി കയറി പോയത് ആര് കൊണ്ടുവന്നവനെ? അടങ്ങിത്തോളൂ. ഒരു കാര്യം ഞാൻ പറയാം, എവിടെ ചെന്നാലും അമ്മയും മക്കളും നീ അടക്കം എന്നെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക. അതിവിടെ പാടില്ല. എനിക്കിവിടെ വെയിറ്റ് കിട്ടിയേ പറ്റൂ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറഞ്ഞോളാം. അങ്ങനെ നീ ഇടയ്ക്കിടയ്ക്ക് പൊക്കട്ടെ, ഞാൻ കണ്ണു കണിക്ക് പൊക്കിയാൽ മതി. പിന്നെ വേണം എവിടെ ഒരുവിധം പൊക്കിക്കോ. പക്ഷെ എന്റെ കാര്യത്തെ പറ്റി നല്ലതേ പറയാവൂ. ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ദേഷ്യം വന്ന് എന്താണ് പറഞ്ഞത് അറിഞ്ഞൂടാ. എന്റെ തനി സ്വഭാവമാണ് വല്യച്ഛന് കിട്ടിയിരിക്കുന്നത്. അല്ല, വല്യച്ഛന്റെ തനി സ്വഭാവമാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. വലിച്ച് എടാ ബാലു, നീ വന്നോ? എന്റെ വല്യച്ഛ, അനുഗ്രഹം വാങ്ങിച്ചോട്ട്. അത് വേണ്ട, നീ ചിലപ്പോ കാല് വാരും. ഒരു കാര്യം. വാ മക്കളെ, അകത്തോട്ട് വാ. മോളെ നീലു. വലിയ അങ്ങനെയൊക്കെ പോണം. നിന്റെ തന്തെ സൂചിപ്പിക്കുന്ന പോലെ എന്നെ സൂചിപ്പിക്കാൻ നോക്കണ്ട. എഴുതേക്ക്, അവിടെ ശ്രീകുട്ടാ, നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല, വല്യച്ഛന് സുഖം തന്നെ. നീ എന്നാ ദുബായിൽ വന്നത്? കുറച്ച് ദിവസമായി. അച്ഛോ, ഞങ്ങള് ചക്കയും കൊല എടുത്തോണ്ടോ? വിട്ടെടുത്തോണ്ടോ? അപ്പൊ കൊണ്ടുവന്നല്ലേ ഇപ്പൊ? വല്യച്ഛ, ദേ ഇതാണ് ശ്രീകുട്ടന്റെ ഭാര്യ. നീ എന്ത് ചെയ്യുന്നു? ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, കൊള്ളാം. ദേ ഇത് ലച്ചുവിന്റെ മോളാ. ക്യൂട്ട് ബേബി, കൊച്ചു മോളെ. വലിച്ച അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാൻ ഞാൻ ദൈവമാണ്. മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വലിച്ചന്റെ പ്രാർത്ഥന അനുഗ്രഹമാണല്ലോ. ലോകം മാറി, ലോകത്തിലുള്ള ആളുകളും മാറി, ഇവന് മാത്രം ഒരു മാറ്റം ഉണ്ടല്ലോ നിങ്ങളുടെ. ഓഹോ, ഒരു കാര്യം. ഇതെല്ലാം എന്റെ വല്യച്ഛന് കാഴ്ച വയ്ക്കാൻ കൊണ്ട് വന്നതാണ്. ഓഹോ, കാഴ്ച വെക്കാൻ ഞാനടാ കൊച്ചി രാജാവാണ്. എന്റെ വല്യച്ഛ, ഇതേ നമ്മളെ വരണ വഴിക്ക് പടവലത്ത് കയറിയിട്ടുണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ശ്രീകുട്ടനാ പറഞ്ഞ നമ്മളെന്തായാലും വല്യച്ഛന്റെ അടുത്തേക്ക് പോവല്ലേ, വല്യച്ഛന് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ അങ്ങനെ അവിടെ നിന്ന് എടുത്തതാ. ഓ, മോനേട്ടനും രാധിച്ചു എന്ന് വരും? അവരൊക്കെ ഇനി എന്നാ വരുന്നത്, എന്നാ പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. പിള്ളേരായി, അവരുടെയൊക്കെ തിരക്കായി. തിരക്കൊക്കെ കഴിയുമ്പോ വരും. ഇല്ലാത്ത ഞാൻ മോഹനൊന്ന് ഇടയ്ക്ക് വിളിച്ചിരുന്നു, വേഷം കൊടുത്ത്. അപ്പം ഇടയ്ക്ക് വന്ന് വല്യച്ഛനെ നോക്കണമെന്നില്ലല്ലോ, വേഷം വഴക്ക് പറഞ്ഞു. എന്ത് പറഞ്ഞു? അല്ല, വല്യച്ഛനെ നോക്കാത്തത് ഇടയ്ക്ക് ഒന്ന് നോക്കിക്കൂടെ. അച്ഛനെ വളർത്തി വലുതാക്കിയല്ലേ, എന്തിനാ അവിടെ കിടന്ന് അന്യരാജ്യത്ത് കഷ്ടപ്പെട്ടത്? പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതി എന്ന് ഞാൻ വേഷം കൊടുത്ത്. നല്ല കാര്യം, നല്ല കാര്യം. ഞാൻ വിശ്വസിക്കൂടെ. ചെറുതായത് ഈ ബീഫൊക്കെ പിരിച്ചു കൊടുല്ലേ? എടാ, എന്റെ അനിയൻ നിന്റെ തന്ത മീശ പിരിച്ചാൽ കാണാൻ കൊള്ളാം. ഞാൻ പറഞ്ഞതാ വണ്ടി വെച്ച് മീശ താത്തുവൊക്കെ താത്തു. വല്യച്ഛ അവൾ ഒറ്റ ഒരുത്തിയാണ് എന്നെ കൊണ്ട് ഈ മീശ പിരിപ്പിച്ചത്. ഇതിനിപ്പോ കിടന്ന് ഉരുണ്ട് മാറണ. നിന്നെ കൊണ്ട് പറഞ്ഞ മീശ പിരിപ്പിക്കൂടാ, എനിക്ക് അറിയാതെ. മക്കളെ എല്ലാം കൊണ്ട് അകത്തുണ്ട്. അല്ലേ മാ, ഇലയപ്പം ഉണ്ടാക്കി തരണേ, വാഴക്കപ്പം, പഴംപൊരി ഉണ്ടാക്കി തരണേ. വലിയ ഇഷ്ടമല്ലേ പഴംപൊരി വാഴക്കപ്പം? പിന്നെ വാഴക്കപ്പം പഴംപൊരിയൊക്കെ വീട്ടിൽ വെച്ച് കഴിച്ചിട്ട് വന്നാ പോരെ? അതിന് വലിയ ഉണ്ടാക്കി കൊടുക്കണ്ടേ? വലിയച്ഛനുണ്ടാക്കി കൊടുക്കാം. അത് വേറെ നല്ലതായിട്ട് നോക്കാം. എടുക്കോ നീ? ചേച്ചി ഉരുക്ക്. ഓ മക്കളെ എടുക്കണം. നീ ചെല്ല. ഇപ്പൊ കൈപ്പൊക്കെ ഉണ്ടാ? എന്താടാ
അമ്മാടി ഗമ ഗമ ഗമ